ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിബിലി 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 ഇജു പറഞ്ഞ നൈസ് മീറ്റ് ഇജു പറഞ്ഞ മേലക്ക് പറഞ്ഞ എന്നാ അമ്മക്കാണ്ട് പോവാ അജ്മലെ ഒക്കെ ശരിയാവോ? ഇന്ന് ഇന്റെ അജ്മല് കുറച്ച് സങ്കടത്തിലാണ്. ഞാൻ പറയട്ടെ, റെഡിയാവും. ഞങ്ങളെ ചെക്കന് ഞാൻ പറയട്ടെ അജ്മലെ, ഞങ്ങളെ ചെക്കന് എങ്ങോട്ട് പോവുകയാണെങ്കിലോ എന്നോ ഷാഹിന്റെ വരുമ്പോ എന്നും ഓരോ ക്ലിപ്പ് ഇങ്ങനെ എടുത്ത് കൂട്ടാം. ചെക്കന് യൂട്യൂബിലെ വ്ളോഗിലാണെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്രതീക്ഷിതമായി ചെക്കന്റെ ഫോൺ അടിച്ചുപോയി. പക്ഷെ അതല്ല പ്രശ്നം, അടിച്ചു പോയതും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങോട്ട് ഇന്റെ നേരത്തെ ചെറുതായിട്ട് ഒരാള് എന്നിട്ട് അവിടെ കൊണ്ടേ കൊടുത്തു. പിന്നെ ബാറ്ററി മാറ്റി, മൂന്നാലട്ടം ഡിസ്പ്ലേ മാറ്റിക്കിടാറ്. ഞാൻ എനിക്ക് കട കാണിച്ചു തന്നു, ഇത് പോയി, അത്രേ ഉള്ളൂ. എത്താജുവല്ലേ ഇങ്ങോട്ട് ഇന്നോടൊരു കുഞ്ഞിപ്പോ ചായല്ലേ എന്റെ ഏജ് പറഞ്ഞിട്ടാണ് ഞാനവിടെ. അതന്നെ, അത് തന്നെയാണ് അല്ല പോരെ. എന്തായാലും സാരല്ല, ഒക്കെ ശരിയാവും. കേറണ നിക്ക്, ഞാൻ പിടിക്കട്ടെ. കിട്ടി 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 കിട്ടിയോ കിട്ടിയോ? പോയി. ഇവനെ കൊണ്ടൊന്നും ആവൂല, ഇവനെ കൊണ്ടൊന്നും ആവൂല. അത് കുലുക്കി കുലുക്കി അയാളെ അല്ലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കക്കിക്കൊള്ളി നെക്കി മോട്ടർ ആക്കിയാലോ. ഒരു ടിസ്റ്റ് ഉണ്ട്, ഞങ്ങള് നെസ്റ്റോല് എപ്പോഴും വന്ന് 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 തേഞ്ഞത് കൊണ്ട് അപ്പൊ അയാൾ കയറി കൂടുമ്പോ ഇത് നെക്കിയാല് അത് പിന്നെ തുറക്കും. കാച്ചരട്ടാ തുറന്ന് 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 അവിടെ അകത്ത് വരെ നിൽക്കും. അയാൾ പിന്നെ തുറത്തറ, അയാളെ ചവിട്ട് പിടിച്ചിട്ട് ഇപ്പൊ ചവിട്ടിട്ടില്ല. അതായത് ഇതില് ഏതൊരു ലിഫ്റ്റ് തുറന്നാല് നമ്മളൊരു ബട്ടണിലേക്ക് കൊറേ ആൾക്കാരുണ്ട്. അതിനെന്താ, ആൾക്കാരാണ് അജ്മലിന്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് താവും, അത് സാധാരണ ഉള്ളതാണ്. സോ ഹൈ ഗൈസ്, ഞാൻ എല്ലാരും കാണിച്ചുതരാം. എന്റെ റെസ്റ്റ് ഓഫ് ഫാമിലി ഒരാള് മൈക്ക് കണ്ടിട്ട് അത് ഉള്ളിൽ കച്ചിട്ട് അജ്മലെ അത് പൊത്തി പിടിച്ച് നടക്കുന്ന മൈൻഡ് ചോദിക്കാൻ വരും. എനിക്ക് നാണായി. എന്റെ ഫോണിന്റെ 3 വട്ടം ബാറ്ററി മാറ്റിയത്. അതേടാ, ആ ബാറ്ററി റെഡി ആവുമ്പോട്ടാ ഞാൻ എന്നിട്ട് അതിന്റെ മദർ ബോർഡൊക്കെ അടിച്ചു പോയായിരുന്നു. നമ്മക്ക് അടുത്ത ഫണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്റെ ഫോണ് അത്യുത്സാഹത്തോടെ നമ്മൾ ഇറക്കും. പിന്നെ സീനൊന്നുമില്ല, അത് മനസ്സിലാക്കുകയെ. അജ്മലിന് ചെറിയ നാണം വന്നിരിക്കുന്നു. എനിക്ക് പിന്നെ നാണം പാടില്ലാത്തത് യാതൊരു പ്രശ്നമില്ല. ഒന്നുമില്ല അജ്മലെ ഇങ്ങനെ ആട്ടിപ്പിടിക്കുന്നേ. ഇങ്ങോട്ടെങ്ങനെ അത് പറഞ്ഞോണ്ടാ അങ്ങനെ തന്നെ ഇരിക്കണോ? ഇതൊക്കെ അതായത് ഇങ്ങനല്ലേ, അങ്ങനെ ശരി നേരെ ഞാൻ ഇരിച്ചോക്ക്. ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. നെസ്റ്റോല് ചെറിയൊരു മാറ്റം വന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ മറ്റേ കടല ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. അത് ആൾക്കാർ എടുത്തുന്ന് മാറ്റിയതേക്കാരത്. ഇപ്പൊ ഇവിടെ ഇല്ല, അത് ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണ്, ഇപ്പൊ കാണില്ല. ഇവിടെ പോയി ചായതേ. പക്ഷെ കൊറേ ഇവിടെ അല്ലേനാ, ഇതേ ഏരിയ അതല്ല, അത് ആ ഉള്ളിക്കണോട് അവിടെ ഇട്ടിന്റെ. ഇവിടെ മറ്റേ കടല ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചത്. ഈ ഏരിയയില് ഇപ്പൊ അത് കാണുന്നില്ല. ആരെങ്കിലൊക്കെ അത് കൊണ്ടോട്ടെ, എന്തെങ്കിലൊക്കെ എല്ലാരും ജീവിക്കട്ടെ സുഹൃത്തുക്കള്, നമ്മളൊന്നും നോക്കണ്ട. ഈന്തപ്പഴുണ്ട്. വൗ, കളർഫുൾ തീം അടിച്ചത്. ദിസ് വൺ ഈസ് കളർഫുൾ. പച്ചാ ചോപ്പ് നീല എല്ലാം ഉണ്ടല്ലോ. പൊന്നാര അജ്മൽ നമ്മള് ഒരു നേരത്തെ ആഹാരമുള്ള മീനിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. പാവലെ അജ്മലെ, ഇതിനെ തുറന്നു വിട്, മോചിപ്പിക്കതിന് തുറന്നിടും. പാവടാ. എടാ, വീഡിയോ കണ്ട ആരെങ്കിലും നെസ്റ്റോക്കിലും മുന്നിലെ വാങ്ങിക്കൊണ്ടിരിക്കോളെ. കച്ചവടം ഉണ്ടാക്കാനല്ല, ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് പാവമാണ്. നോക്കൂ, നല്ലൊരു മീനാണ്. പാവം. എടാ, മേലക്കോയല്ലോ, മുകളിലോട്ട് പോവാ. കടല പോയി ഒഴിവാക്കി.
ആ കടന്നെടുത്ത് ഇതാക്കിയടാ, അത് ഞാൻ പുതിയതായിട്ട് നോക്കിയതാ. അങ്ങ് മേലക്കുമല്ലേ മറ്റേ ഒഴിവാക്കി ഇവിടെ കൂടിയില്ല. എന്തിനാ കടലാ വെറുതെ അതെന്താ ഞാൻ പറയട്ടെ, അത് ഒന്നാമത് സാധനം നീങ്ങണുണ്ടാവില്ല. അപ്പൊ നീങ്ങാതെ പിന്നെ ആൾക്കാർ വന്നാല് ഒരു ദിവസം എത്ര കസ്റ്റമർ വരും? ആ ശിവലി, യോ ഹലോ, ഇത് മേലക്കല്ലേ? സാധനം ഒന്നാമത് നീങ്ങണില്ല. അപ്പൊ പിന്നെ എല്ലാരും ഓരോന്നും എടുത്ത് ലാസ്റ്റ് തൊലി മാത്രമായപ്പോലും ഒഴിവാക്കി തേക്കാരം. ഞാൻ എന്റെ ചങ്ങായി റാഫിനെ കാണിച്ചുതരാം. റാഫി ഇപ്പൊ വരും കേട്ടാ. റാഫി മെയിൻ ചെയ്യല്ല, കാണിച്ചുതരാം. റാഫിക്ക ഓ കുട്ടിയോട് ചാറ്റ് ചെയ്ത് പോടെ, എടാ മോനെ. കൈ വേനോടൂ. ആ കയ്യൊക്കെ കുറച്ച് വേണം. എന്ത് അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോ വ്ളോഗ് കൊടുക്കുന്നത്. അജ്മലിന് നാണാവുന്നു തോന്നുന്നുണ്ട്. അജ്മൽ നാണമാവുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ നെസ്റ്റോന്റെ മേലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം നെസ്റ്റ് മാറ്റി കാര്യം പ്രശ്നം അവിടെ പോയാ അവിടെ ബാക്കിലെത്തി. ഇത് കുറച്ച് വലിയ സംഭവമാണ്. ഇത് കുറച്ച് വലിയ സംഭവമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചില്ല. നമുക്ക് മറ്റേ വട്ടമൈക്കർ റൗണ്ട്, അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഇതൊരു മാതിരി ഇല്ല പുച്ചിക്കണൊന്നുമില്ല. അതെ അതെ, നമ്മളാര് നമ്മള് വേറെ നിലയിലെത്തിയത്, നമ്മളിപ്പോ രണ്ടാമത്തെ നിലയിലെത്തി. അത്ര അവിടെ ജാബറുണ്ടല്ലോ. എനിക്ക് കയ്യൊക്കെ വേദന ഇത് പിടിച്ചിട്ട്. ഞാൻ നമ്മളെ മാനേജർ ജാബറിനെ കാണിച്ചുതരാം. ജാബർക്ക് അവിടെ കാര്യത്ത് എന്തോ പണിയിലാണ്. ബാക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ബാഗ് ഒന്നും എടുത്തു. സുഹൃത്തുക്കളെ, ബാഗ് എടുത്ത് വെക്കൂ. നിറയെ ബാഗുകളുണ്ട് ഇവിടെ. അതുപോലെ ടോയ്സിനാണ്ട് പോയി നോക്കുക. ആ ടോയ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം ഞാൻ വർക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു കാണിച്ചു തരാം. ഇതെന്താ തന്തവൈപ്പ് സാധനം? മതി മതി തന്തവൈപ്പ് സാധനം. നിനക്കിത് കേട്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് കേട്ടിട്ടൊക്കെ സ്കിപ്പ് അടിച്ച അത് കുറച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞതിന് വലിയ സീനൊന്നും ഇല്ലേ. ഇനി നമുക്ക് നോൺ സ്റ്റോപ്പ് അടിക്കാവാ. തൊട്ടപ്പോ തന്നെ ഓപ്പൺ ആയല്ലോ. അതൊന്നുമില്ല. തുറന്നു. അതത്രേ ഉള്ളൂ. തുറക്കും. നമുക്ക് നേരെ ക്യാരംസ് കിട്ടാലോ. അപ്പൊ ഞങ്ങളെ നാട്ടിലെ അജ്മലിനെന്തോ ഹോട്ടലായിട്ട് വരാം. നിമിഷത്തിൽ നമ്മൾ എന്താ പറയണ്ട്? ഈ നിമിഷത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ കോട്ടക്കൽ ചങ്കോട്ടി ക്യാരംസിന് മുന്നിലാണ് സുഹൃത്തുക്കളെ. ലേശം കടല വാങ്ങാൻ വന്നാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് ചങ്കോട്ടിയിൽ ഏത് ആളുണ്ടോ അവിടെ ഇതാണ് എങ്ങനെ ചാടിപ്പോയിട്ട് വെള്ളം. ഇവിടെ ഏത് സമയവും ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. രാത്രി 3 മണിക്ക് വന്നാലും ആളുണ്ടാവും. 3 മണിക്ക് തട്ടിട്ട് വന്നിരുന്നു. ഇനിയിപ്പൊ അടുത്തതായി പറയാനേ പറഞ്ഞോ. 3 മണിക്ക് ആൾക്കാര് 3 മണിക്ക് എന്തിനു വന്നു ഞാൻ ചിന്തിക്കൂ. 3 മണിക്കൊന്നും വന്നിട്ടില്ല. കണ്ടാ ക്ലീൻ ഷേവ്. ഇത് നോക്ക്, ഇത് കാണുന്നത് കുട്ടികളൊന്നുമല്ല. ഏതോ പെരീത്തെ താത്താരിയാ പറഞ്ഞ താത്താരി കാണുന്നു. ഓ ചെക്കന്മാർ ഇങ്ങനെ പറഞ്ഞു. ഇവന്റെ മോനല്ലത്. ഓ നാണമുണ്ടോ അവർക്ക്. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ഇനിയിപ്പൊ അതാ നല്ലത്. മസാല നോർമലാ. നമ്മളെ ഇങ്ങോട്ട് പോരെ കാക്കാ. ഇതിനുള്ളൂ മസാല ഉള്ളൂ. ഒരു 100 ഗ്രാം. 100 ഗ്രാം. പൈസ ചെയ്യട്ടെ. ഗൂഗിൾ പേ ചെയ്യാൻ
മെൻഡോസിന്റെ ചോദിക്കോ ശബ്ദമൊന്നുമില്ല ശബ്ദമൊന്നുമില്ല ആ നന്ദിയുണ്ട് നന്ദിയില്ലെങ്കിലോ അതെ കൊറേ പേരോട് ക്ഷീണിച്ചേക്കോ എപ്പോഴും കൊറേ ഇത് വരുന്നല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പറയുള്ളൂ കമ്പനി മൊത്തം ചാത്ത ലൈഫാണല്ലോ അനക്ക് പണ്ടിട്ടേക്ക അനക്ക് പടം കയറ്റണ്ടേ അജ്മലിന് കുറച്ച് പൈസ കൊടുക്കാൻ സുഹൃത്തുക്കളെ വേറെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ചൂടുണ്ടല്ലോ ഷവർമ്മ ഉണ്ട് സുഹൃത്തുക്കളെ ഇതെന്ത് ഈ പേരാക്കി ചെയ്തേ ഒരു ഡിസൈന് ഇതൊരു ഒരു സത്യം പറഞ്ഞാലോ ഒരു ആസ്തറ്റിക് ടച്ച് പിടിച്ചാണ് പക്ഷെ മൊത്തത്തിൽ മുമ്പേ ഇതിന്റെ മുന്നത്തെ നല്ല ബെറ്ററേന്നല്ലോ ഒരു രസമില്ലല്ലോ ചെരിഞ്ഞ് പൊന്തി എന്തൊക്കെ എന്തിപ്പോ ഈ നിമിഷത്തിൽ പറയാ ഈ നിമിഷത്തിൽ നമ്മൾ എന്താ പറയപ്പോ അപ്പൊ മാറ്റിയോ ബ്രോ ആ പൈസ ഒന്നും കാണിക്കാറില്ല അജ്മൽ വലിയ പൈസക്കാരായി എന്താ പറയാ ഈ അസുലഭ നിമിഷത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമുക്ക് പടം കയറ്റണ്ടേ നാണുണ്ട് അജ്മല സിനിമാനാന് ഓൻ ആ സിനിമ ഫുള്ള് കണ്ടിട്ട് ഇല്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇന്ന് പോയിട്ട് രാത്രി കാണാം ഇന്ന് രാത്രി കണ്ട ഇതില് തൊട്ട് നോക്കിയാ അറിയാം പടക്കള ഓട്ടിട്ട് റിലീസ് ആയിക്കണേ അയക്കണോ അല്ലാതെ എന്റെ അടുത്ത് കിട്ടുമോ ഓട്ടിട്ട് റിലീസ് വേറെ പല സിനിമകളും ഉണ്ടായിരുന്നു ഇറങ്ങണ മുന്നേ ഒരു സിനിമയില്ല ഇങ്ങനത്തെ ഒന്നും നീ പറയലേ നാവെന്ന് വന്നാൽ ഇതേ പോലീസ് ഏതാ സിനിമന്റെ പേരറിയില്ല ഇപ്പൊ ആണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് തുണിയില്ലാത്ത ജീവിതം പുതിയ സിനിമയാണ് കടലെന്താ നിമിഷത്തിൽ പറയാനുള്ളത് അതിന് കടല തിന്നാ തൊള്ളയില് വള്ളാനൊക്കെ എന്ത് ചെയ്യാ അജ്മലിൽ തിന്നാൻ കിട്ടണില്ല എവിടേക്കാ ഇപ്പൊ തന്നെ തിന്നരുതാറോ ഇങ്ങനെ തന്നോ പേരന്റവിടെ എത്തിയിട്ട് തിന്നാൻ അതെ പക്ഷെ നമ്മൾ പൊന്നച്ചിലാ കിടക്കണത് 0.5 എന്താ അജ്മല് സിൽമണ്ട് പൊലിയോ മക്കളെ പടക്കളം വൈബ് അംബാനി വൈബ് അജ്മൽ പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജ്മലെ എന്റെ ഫോൺ റെഡി ആവും, ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാരും പ്രാർത്ഥിക്കും അജ്മലിന് വേണ്ടി. അത്രേ ഉള്ളൂ. അതെ, എല്ലാവരും അജ്മലിന്റെ ഫോണ് റെഡി ആവണേ റബ്ബേ. അജ്മലിന്റെ ഫോണ് റെഡി ആയിട്ട് ഇഷ്ടം പോലെ വ്ളോഗ് ഇടാനുള്ള കഴിവ് കൊടുക്കണേ. സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങല്ല. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണേ. ഉള്ളു, വേറെന്തേണ്ട? പടക്കളം നമ്മള് കാട്ടിലൂടെ യാത്ര പോകുന്നത്. കാറ്റിലൂടെ ആന്റെ പെരീക്കാണ്. നമുക്ക് അജ്മലിന്റെ പെര കാണിച്ചു തരാം. കേരി വ്ളോഗ് ഇട്ടല്ലോ. അജ്മൽ നമ്മള് സത്യം കേട്ടോ, അജ്മൽ നല്ല റിച്ച് ആണ്. നമ്മള് വിചാരിച്ച മാരിയല്ല. അജ്മലിന്റെ അത്ര പൈസക്കാര് ഞങ്ങളെ നാട്ടില് വേറെ ഇല്ല. അജ്മല് അറിയപ്പെടുന്ന ഒരു വ്ളോഗർ, ഫാഷൻ മോഡൽ. കണ്ടാ അജ്മലിന്റെ കാക്കാന്റെ ബൈക്കാണ്. ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാം. ഇതപ്പൊ കൊളാവും. അല്ല ഫുഡ് കേട്ട് ഇപ്പൊ ഇരുന്നാ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഏകദേശം തീരാനായിട്ടുണ്ട്. ഇതാരാ ഇതാരാ ഇവന് സലീം കുമാർ അൻഫാസല്ലത്. ഇതെന്താ കാട്ടിച്ചുകിട്ട് ബായാളം വരയില്ല. ചെക്കൻ മോഡലായി മറ്റേ ഹൈദരാബാദിൽ പോയി അൻഫാസ അരുതാ നല്ലത്. ഇങ്ങനെ മോഡൽ ഓവറാവണ്ടിട്ടാ.
മോഡലല്ല ഇതിന് മോഡലെന്നല്ല പറയാ. ഇതിന് മോഡൽ ചപ്രി കാണിച്ച ചപ്രി ചപ്രി ബൈ നോക്കി ചപ്രി ബാക്കിൽ തള്ളം വേറെ ചപ്രി. എൻജോയ്. അപ്പൊ ഓക്കെ എന്നാ ബൈ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. അജ്മലിന്റെ ഫോൺ നാളെ റെഡി ആയിട്ട് അജ്മലിന്റെ ഫോൺ നാളെ റെഡി ആയിട്ട് നമുക്ക് നല്ല സന്തോഷത്തോടെ നാളെ നമുക്ക് വ്ലോഗ് ചെയ്യുന്നതാണ്. ഓക്കെ അപ്പൊ ഓക്കെ എന്നാ അജ്മൽ അടിച്ചോ ബൈ.